സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ സെപ്റ്റംബർ 14-ാം തീയതി നമ്മൾ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടി. യേശുവിന്റെ കുരിശും ആ കുരിശിലൂടെ യേശു കൈവരിച്ച പീഡാസഹനവും മരണവും വഴി നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു സത്യം നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയായിരുന്നു. എന്നാൽ യേശുവിന് വേണ്ടി ഉണ്ടാകാവുന്ന സഹനങ്ങൾക്കും വേദനകൾക്കും ദൈവസന്നിധിയിൽ വിലയുണ്ടെന്നും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ജീവിതം എപ്രകാരമായി തീരണമെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. 3 വാക്കുകൾ ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാനുണ്ട്: വാൾ, കുരിശ്, ജീവിതം. സാധാരണഗതിയിൽ ജീവിതത്തിന് ഭീഷണിയും സഹനവും ഒക്കെ നൽകുന്ന വാളുകളെയും കുരിശുകളെയും ഒക്കെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണവും സന്തോഷവുമായി തീരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ക്രിസ്തു ഇതിന് നേരെ വിഭിന്നമായാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായി വാൾ. ഈശോ പറയുന്നു, ഞാൻ ഭൂമിയിൽ സമാധാനമല്ല വാളും ഭിന്നതയുമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പക്ഷേ യേശുവിന്റെ ജീവിതത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. കാരണം രക്ഷകന്റെ വരവിനെ പ്രതി യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: സമാധാനത്തിന്റെ രാജാവെന്ന് അവൻ വിളിക്കപ്പെടുമെന്ന്. യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ കണ്ടെത്തിയവർക്ക് സമാധാനമെന്ന് പാടിക്കൊണ്ട് രക്ഷകന്റെ ആഗമനം പ്രഘോഷിക്കുകയാണ്. യേശുവിന്റെ മലയിലെ പ്രസംഗത്തിലെ കാതലായ അഷ്ടഭാഗ്യത്തിലും ഈശോ പറയുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ്. ഇന്നത്തെ വായനയിൽ നിന്ന് നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. അവിടെ ഈശോ തന്റെ ശിഷ്യരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് ആദ്യമേ തന്നെ സമാധാനം ആശംസിക്കണമെന്ന്. വീണ്ടും യേശുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യമേ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈശോ ഞാൻ ഭൂമിയിൽ വാളും ഭിന്നതയും കൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. എന്താണ് ശരിക്കും ഈശോ ഉദ്ദേശിക്കുന്ന ഈ വാൾ? ഈശോ സമാധാനത്തിന്റെ രാജാവാണ്. ഈശോയുടെ വഴിയും സമാധാനത്തിൻ്റെത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എന്നാൽ ലോകം നൽകുന്നത് പോലെയല്ല എന്നുള്ളത്. യേശു നൽകുന്ന ഈ സമാധാനം ലോകത്തിൽ മുഴുവൻ സ്ഥാപിതമാകും. പക്ഷേ അവനിൽ എല്ലാവരും വിശ്വസിക്കുമ്പോൾ, അവന്റെ രാജ്യം സംസ്ഥാപിതമാകുമ്പോൾ മാത്രം. അതുവരെ ഈ ലോകത്തിൽ ഭിന്നതകൾ ഉണ്ടാകും. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരും അല്ലാത്തവരും തമ്മിലുള്ള ഭിന്നത. ആ ഭിന്നത ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ തന്നെ ഉണ്ടാകാമെന്ന് ഈശോ പ്രവചിക്കുകയാണ്. ആദിമസഭയുടെ കാലം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ക്രിസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഭിന്നതകളും ഭീഷണികളും ഒക്കെ ഇതിന് വലിയ ഉദാഹരണം തന്നെയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്തോനേഷ്യയിൽ മാർപ്പാപ്പയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയ 7 ഭീകരരെ അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഭിന്നതകളും എതിർപ്പുകളും ഭീഷണികളും ഒക്കെ ഉണ്ടാകുമെന്ന് ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ടാമതായി കുരിശ്. ഈശോ പറയുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. ഈശോയെ ശ്രവിക്കുന്ന ഈ ജനങ്ങൾ കുരിശെന്ന് കേൾക്കുമ്പോൾ അതവർക്കൊരു ഇടിത്തീ പോലെയായി തീരുകയാണ്. കാരണം റോമാ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഭയാനകവും ക്രൂരവുമായിട്ടുള്ള ഒരു മരണരീതിയാണ് കുരിശ് മരണം. പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനെ പ്രസംഗിക്കുന്നുവെന്ന്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കുരിശുകളും സഹനങ്ങളും അന്യമല്ല എന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുരിശുകൾ നമ്മുടെ സഹനങ്ങളാണ്. അനീതിപരമായി നമ്മൾ വിധിക്കപ്പെടുമ്പോഴും അകാരണമായി നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നത് കുരിശുകളാണ്. ഈ കുരിശുകളെ മാറ്റി നിർത്താനല്ല, അതിനെ സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കാനാണ് അവൻ പറയുന്നത്. യേശുവിനെ സ്നേഹിച്ച് അവനെ അനുഗമിക്കുന്നവർക്ക് ഈ കുരിശുകളൊന്നും വലിയ പ്രശ്നമായി തോന്നുകയില്ല. കാരണം അവർക്ക് പ്രധാനം അവർ സ്നേഹിക്കുന്ന ഈശോയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്ന്. മൂന്നാമതായി ജീവൻ. ഈശോ പറയുന്നു, സ്വന്തം ജീവൻ നേടുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടിയെടുക്കുന്നു എന്ന്. ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന ജീവൻ നിമിഷാർത്ഥമായിട്ടുള്ള ഈ ലോക ജീവിതമല്ല, മറിച്ച് മരണശേഷം അവനോടൊപ്പമുള്ള നിത്യജീവനാണ്. അത് ആദിമ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ മരണം മുതൽ ഇന്ന് ഈ നിമിഷം വരെ യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ പേരിലും മരണം വരിച്ചിട്ടുള്ള എല്ലാവരുടെയും രക്തസാക്ഷിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
പൗലോസ്ലിഹ പറയുന്നില്ലേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ഇനി യേശുവിനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഓരോന്നും ഒന്നൊന്നായി നഷ്ടപ്പെടുത്തിയ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവും ഈ സുവിശേഷത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ്. യേശുവിനെ തിരിച്ചറിയുകയും അവനെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്ത ഫ്രാൻസിസ് അസീസിക്ക് സ്വന്തം ഭവനത്തിൽ നിന്നാണ് ആദ്യത്തെ എതിർപ്പുണ്ടായത്. സ്വന്തം പിതാവ് ഫ്രാൻസിസിന് ഒരു വാളായി മാറുകയാണ്. പിന്നീട് യേശുവിനു വേണ്ടി പലതും ത്യജിച്ചു, പലതും സഹിച്ചു. യേശുവിന്റെ ആ കുരിശടയാളം അവൻ സ്വീകരിച്ചു, പഞ്ചക്ഷതധാരിയായി. അവസാനം യേശുവിനു വേണ്ടി ജീവിച്ച് മരിച്ചു. അവൻ മറ്റൊരു ക്രിസ്തുവായി മാറി. ഒരു രക്തസാക്ഷിയല്ലെങ്കിലും വിശുദ്ധ ഫ്രാൻസിസ് അസീസി നിത്യജീവന് അർഹനാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നമ്മൾ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യത്വം എങ്ങനെയാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരിക്കലും സുഖങ്ങൾ നിറഞ്ഞതോ വേദനയും സഹനങ്ങളും ഇല്ലാത്തതോ അല്ല, ശരിക്കും അപകടം നിറഞ്ഞതാണ്. ഈ അപകടം നിറഞ്ഞ വഴിയിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ധൈര്യം നേടിയെടുക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും വിഭിന്നമായി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. പക്ഷേ ഈ കുരിശുകളും ഭിന്നതകളും വാളുകളും നിറഞ്ഞ ജീവിതം ഒരു നിരാശയിലേക്കല്ല ഈശോ തള്ളിവിടുന്നത്, മറിച്ച് പ്രത്യാശയിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന വചനവും ഈശോ പറയുന്നുണ്ട്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം നൽകുന്നവന് നിത്യജീവൻ നൽകുമെന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ്. ആ നിത്യജീവൻ നേടേണ്ടതിന് എല്ലാ എതിർപ്പുകളെയും ഭീഷണികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഉണ്ടാകാവുന്ന കുരിശുകളെയൊക്കെ പുൽകി യേശുവിനെ അനുഗമിക്കാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.